ദേശീയപാത 66 ഒന്നാം റീച്ചിൽ പ്രവർത്തനം ആരംഭിക്കുകയും സമരപ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായി നിർത്തലാക്കുകയും ചെയ്ത ആരിക്കാടി ടോൾ പ്ലാസ കെട്ടിടവും അനുബന്ധ നിർമ്മിതിയും പൊളിച്ചു നീക്കാതെ അധികൃതർ. എക്സ്പ്രസ് പാതയെന്ന നിലയിൽ കണക്കാക്കുന്ന ദേശീയപാതയിൽ യാത്ര സുഖമാക്കുന്നതിനാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ വരിയായി നിർത്താനുണ്ടാക്കിയ ഡിവൈഡറുകളും അടിക്കടിയുള്ള ഹമ്പുകളും അപകട ഭീഷണി ഉയർത്തുകയാണ്. ഒപ്പം ഈ നിർമ്മിതി പൊളിച്ചു കളയാത്തത് എന്തേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് ടോളിന്റെ വാൾ. ദേശീയപാത 66 ചെങ്കള തലപ്പാടി റീച്ചിൽ കുമ്പള വഴി യാത്ര ചെയ്ത ആരും ഈ സ്ഥലം മറക്കാനിടയില്ല. ആരിക്കാടി ടോൾ പ്ലാസ മാസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ ടോൾ നിർത്തലാക്കിയെങ്കിലും അതിന്റെ നിർമ്മിതികൾ ഇപ്പോഴും ഇവിടെ ബാക്കിയായി കാണാം. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. രാത്രികാലങ്ങളിൽ വലിയ അപകടങ്ങൾക്കും ഈ നിർമ്മിതികൾ കാരണമാകുന്നുണ്ട്. ദേശീയപാത 66 ചെങ്കള തലപ്പാടി റീച്ച് നിർമ്മാണം പൂർത്തിയായപ്പോൾ മുതൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് കുമ്പള ആരിക്കാടി. ഇവിടെ ടോൾ പ്ലാസ ആരംഭിക്കാൻ നീക്കം നടത്തുന്നത് മുതൽ ശക്തമായ ജനകീയ ചെറുത്തുനിൽപ്പും ഉണ്ടായി. നിർമ്മാണം തടസ്സപ്പെടുത്തിയും മറ്റും സമരങ്ങൾ അരങ്ങേറി. പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി ടോൾ പ്ലാസ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി ദേശീയപാത അതോറിറ്റി പണപ്പിരിവും തുടങ്ങി. സമരം ഒന്നുകൂടി ശക്തമായതോടെ രാത്രിയിൽ സംഘടിച്ചെത്തിയ നാട്ടുകാർ ടോൾ പ്ലാസ അടിച്ചു തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനിടെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ വേറെ. ഒടുവിൽ ടോൾ പ്ലാസ നിർത്തേണ്ടുന്ന സാഹചര്യവും വന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പണപ്പിരിവ് അവസാനിച്ചു. തങ്ങൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ടോൾ നിർത്തിയത് എന്ന് BJPയും അതല്ല തങ്ങളുടെ സമരത്തിന്റെ ഫലമായാണ് അനുകൂല തീരുമാനം വന്നതെന്ന് ജനകീയ സമരസമിതിയും നിലപാടെടുത്തു. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന പോലെ നിശ്ചിത ദൂരപരിധി പാലിക്കാതെയുള്ള ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ചുങ്കപ്പിരിവ് അവസാനിച്ചു. എന്നിട്ടും 2 മാസങ്ങൾക്കിപ്പുറവും ടോൾ പ്ലാസ കെട്ടിടം അതേപടി നിലനിൽക്കുകയാണ്. ബോർഡുകൾ പോലും നീക്കിയിട്ടില്ല. പാതയോരത്ത് വിവിധ ഭാഷകളിൽ ടോൾ നിരക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇതുവഴി പോകുന്ന ആരും ഒന്ന് ശങ്കിച്ചു പോകും. പക്ഷേ ടോളിൻ്റെതായ ലക്ഷണങ്ങളൊന്നും ഇല്ലതാനും. 80 കിലോമീറ്ററിലധികം വേഗതയിലാണ് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്യാവുന്ന പാതയിൽ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നമാകുന്നത് അടുത്തടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഹമ്പുകളാണ്. എക്സ്പ്രസ് പാതയിലൂടെ അതിവേഗം കടന്നു വരുന്ന വാഹനങ്ങൾ ഹമ്പുകളിൽ കയറുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്നു. സമീപത്തെ ഡിവൈഡറുകളിൽ ഇടിച്ചാണ് ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഏറെയും. ഇതുവരെ ഇത് എടുത്തിട്ടില്ല. അപ്പം രാത്രികാലങ്ങളിലെല്ലാം വാഹനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആവാനുള്ള അപകടം ആവാനുള്ള സാധ്യത കൂടുതലാണ്. NH സ്പീഡാണ് ശരി, പക്ഷേ ഇതൊരു എക്സ്പ്രസ് ഹൈവേ അല്ലേ. എക്സ്പ്രസ് ഹൈവേയിൽ ഏകദേശം ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ബ്രേക്ക് അടിക്കുമ്പോൾ അതൊരു അപകട സാധ്യതയുണ്ട്. ഈ ഹമ്പ് ഉണ്ടായതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. ഹമ്പുകളും ഡിവൈഡറുകളും മറ്റു നിർമ്മിതികളും പൊളിച്ചു മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം ഉന്നയിച്ച് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ നിവേദനം നൽകുമെന്നും സമരസമിതി അറിയിച്ചു. രാത്രി കാലങ്ങളിലുള്ള വാഹനങ്ങളൊക്കെ ഈ ടോള് നിർത്തിയതിന് ശേഷം നിരന്തരം ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതും കൂടി നമുക്ക് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഈ നാഷണൽ ഹൈവേയിലൂടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ അതിപ്പോൾ ടോള് നിർത്തിയതിന് ശേഷം നിങ്ങൾക്കൊക്കെ ഇപ്പോഴും കാണാൻ കഴിയും. നിരന്തരമായിട്ടുള്ള നീണ്ട ഒരു ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നീക്കിയാൽ നമുക്ക് നന്നായിരിക്കുമെന്ന് കൂടിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ അറിയിക്കാനുള്ളത്. രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ ഏറെയും ഉണ്ടാകുന്നത്. ടോൾ പ്ലാസയുടെ ക്യാബിൻ ഉൾപ്പെടെയുള്ളവ ഉടൻ പൊളിച്ചു നീക്കി ദേശീയപാതയിലെ ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. ദേശീയപാതയിലൂടെ സാമാന്യം നല്ല വേഗത്തിൽ വരുന്ന വാഹനങ്ങളിലെ അപരിചിതരായ ഡ്രൈവർമാർ ഈ നിർമ്മിതികൾ കാണുമ്പോൾ ബ്രേക്കിൽ അമർത്തിച്ച വിട്ടുകയാണ്. അടുത്തെത്തിയാൽ മാത്രമേ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം അവർ അറിയുന്നുള്ളൂ. ഡ്രൈവർമാരിൽ പൊതുവെ സംശയമുണ്ടാക്കുന്ന നിർമ്മിതികൾ ഉടൻ പൊളിച്ചു നീക്കിയേ പറ്റൂ. മാത്രമല്ല റോഡരികിലൂടെ നടന്നു പോകുന്നവർക്കും ഈ ടോൾ പ്ലാസ കെട്ടിടം തടസ്സമാകുന്നു. ഈ ടോൾ ഇപ്പോൾ നിർത്തിയിട്ട് തന്നെ ഏകദേശം 2 മാസത്തോളമായി. പക്ഷേ ഇവിടെയുള്ള ഈ സാമഗ്രികൾ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റിക്കൊണ്ട് ഈ NHൻ്റെ യാത്രയ്ക്ക് സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ കലക്ടറും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും
കണ്ണു തുറക്കണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇപ്പോഴും ആരിക്കാടിയിലെത്തുമ്പോൾ മിക്കവാറും സമയങ്ങളിൽ ഏറെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടാറുണ്ട്. ടോൾ പിരിവ് നിർത്തിയെങ്കിലും ടോൾ പ്ലാസ കെട്ടിടം ഇങ്ങനെ നിലനിർത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് ഇന്നാട്ടുകാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഒരു സർവീസ് റോഡ് പോലുമില്ലാത്ത ഇവിടെ റോഡ് മുറിച്ച് കടക്കാൻ ഒരു മേൽനടപ്പാലം വേണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. അതാണ് ദേശീയപാത അതോറിറ്റി അധികൃതരും കരാർ കമ്പനിയും ഇനി പരിഗണിക്കേണ്ടത്. കുമ്പള ആരിക്കാടിയിൽ നിന്നും പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.